വിശേഷം എന്ന സിനിമ കണ്ടു. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒറ്റയടിക്ക് പറയാനാണെങ്കിൽ നല്ല വിശേഷം, എനിക്കിഷ്ടപ്പെട്ടു എന്നാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ല, അത് കാണണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ്, പെട്ടെന്നൊരു അഭിപ്രായമാണ് വേണ്ടതെങ്കിൽ നല്ല വിശേഷം തിയേറ്ററിൽ പോയി കണ്ട് പ്രോത്സാഹിപ്പിക്കാവുന്ന ഒരു അറ്റംപ്റ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തത്. അപ്പോൾ അതുപോലെ പോസിറ്റീവ്സ് എന്ന് ആരംഭിക്കും. ഒന്നാമത്തെ പോസിറ്റീവ് ഇതിലെ അഭിനേതാക്കളുടെ പ്രകടനങ്ങളാണ്. ചിന്നു ചാന്ദിനി വളരെ രസമായിട്ട് അവരുടെ ആദ്യ സിനിമ മുതൽ തന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവർക്ക് കിട്ടിയിട്ടുള്ള വേഷം അവർ വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. തുടക്കത്തിൽ അവരുടെ ഒരു കുഞ്ഞ് സീനാണ് ഇത്. ആക്ടറുടെ പെർഫോമൻസ് നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നതുകൊണ്ടായിരിക്കും ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള കുറച്ച് സീക്വൻസിൽ ഈ മുഖം കൊണ്ട് ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷനില്ലേ, മൂക്ക് വെച്ചിട്ട് എനിക്ക് പറ്റില്ല ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് 2-3 വട്ടം ആവർത്തിച്ച് വരുന്നത് പോലെ എനിക്ക് തോന്നി. വേറെ എക്സ്പ്രഷൻസ്, അവരുടെ റിയാക്ഷൻ ഷോട്ടുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ വരാതെ ഇതിങ്ങനെ കണ്ടിന്യൂസ് കണ്ടുകൊണ്ടായിരിക്കും 2 സ്ഥലത്ത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കുറ്റം പറയാനാണെങ്കിൽ എനിക്ക് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഫീൽ ചെയ്തത് അത് മാത്രമാണ്. ബാക്കി അവരുടെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരാളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തൻ്റെ പാർട്ട്ണറെ ഏറ്റവും കംഫർട്ടബിളാക്കി, ഏറ്റവും പോസിറ്റീവാക്കി, വളരെ റെസ്പെക്റ്റോടുകൂടി, അതായത് ഗിവ് ആൻഡ് ടേക്ക് രീതിയിലുള്ളൊരു റെസ്പെക്റ്റിലൂടെയൊക്കെ അവർ ഡീൽ ചെയ്യുന്നതൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു. ഒരുപാടിടങ്ങളിൽ നമുക്കങ്ങ് ഇഷ്ടം തോന്നിപ്പോവാന്ന് പറയില്ല, അത്രയും ഗംഭീരമായിട്ട് അവർ ആ കഥാപാത്രത്തിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പോലും നമ്മൾ ആ ക്യാരക്ടറിൽ നിന്ന് മാറിയിട്ട് അവരെ കാണില്ല. അവർ അത്ര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ആൾ സിനിമയുടെ തിരക്കഥാകൃത്ത് കൂടിയായ ആനന്ദ് മധുസൂദനാണ്. അദ്ദേഹമാണ് ഈ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ ഒരു പോസ്റ്ററൊക്കെ വന്ന സമയത്ത് ഞാൻ ആലോചിച്ചു, എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന തമാശ എന്ന് പറയുന്ന സിനിമയാണ്. അതിൽ വിനയ് ഫോർട്ടും ചിന്നു ചാന്ദിനിയും തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. അതിൽ വിനയ് ഫോർട്ട് കഷണ്ടി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ വിവാഹം നടക്കാൻ വൈകിപ്പോകുന്ന ഒരാളിലേക്ക് ലാൻഡ് ചെയ്യുന്നു എന്ന് പറയുന്ന അത്രയൊക്കെ തന്നെ ഞാൻ ഇതിനകത്ത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനും അപ്പുറത്തേക്ക് സിനിമ നല്ലോണം വളരുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആനന്ദ് മധുസൂദനൻ എന്ന് പറയുന്ന ആ ആക്ടറേക്കാൾ നമ്മൾ ഏറ്റവും കൂടുതൽ പുകഴ്ത്തേണ്ടത് അയാളുടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആ മികവിനെയാണ്. അതവിടെ നിൽക്കട്ടെ, നമുക്കിപ്പോൾ ആക്ടറെ കുറിച്ച് പറയാം. തുടക്കത്തിൽ എനിക്ക് ഫീൽ ചെയ്തത് പുള്ളിയുടെ ഫസ്റ്റ് ഒരു ഫ്ലാറ്റിലേക്ക് കയറിയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളാണെങ്കിലും ഇദ്ദേഹമാണെങ്കിലും ഈ ക്യാമറ ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, അത് ചില ആൾക്കാരുടെ ചില എക്സ്പ്രഷൻസിലേക്ക് ഒരു ചേഞ്ച് അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടപ്പോൾ ഞാൻ കുഴപ്പമുണ്ടാവില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പിന്നെ നിങ്ങൾ ഞെട്ടിച്ചു. അതായത് നമ്മൾ ചില ആൾക്കാരുടെ ഈ പെരുമാറ്റങ്ങളൊക്കെ കണ്ട് നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ട് മാറുകയും നമുക്കത് ഒരു ഓക്കെ ഫീലായിട്ടൊക്കെ വരില്ല. അങ്ങനെ സിനിമയുടെ ഒരു അവസാന ഭാഗത്തേക്കൊക്കെ എത്തുമ്പം വളരെ രസമായിട്ട്, വളരെ നാച്ചുറലായിട്ട് ആ ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തതെന്ന് തോന്നി. നിങ്ങളോടും എനിക്ക് ഭയങ്കര സ്നേഹം തോന്നിപ്പോയി. അതായത് ഈ പുരോഗമന കാലത്തെ പുരുഷൻ എന്ന് പറയുന്നത് വളരെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, പുരോഗമനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത്. പക്ഷേ പലപ്പോഴും ഈ ഒബീഡിയൻ്റ് ആയിട്ട് പെണ്ണിന് താഴെ നിൽക്കുന്ന, അല്ലെങ്കിൽ പെണ്ണെന്ത് പറയുന്നു അത് അതുപോലെ വിഴുങ്ങുന്ന അങ്ങനത്തെ ഒരു രീതിയിലേക്കൊക്കെ പുരുഷനെ അവതരിപ്പിക്കുന്നുണ്ട് എന്നെനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട് പലപ്പോഴും. അതുകൊണ്ടാണ് കരിക്ക് പോലൊരു പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് ഭാര്യ പേടിക്കുന്ന ഒരു ഭർത്താവ്, അല്ലെങ്കിൽ ഭാര്യ പറയുന്നത് തീരുമാനമാക്കുന്ന ഒരു ഭർത്താവിനെ കണ്ടപ്പോൾ കൂടുതൽ ആളുകളും അതിനൊരു അൾട്ടിമേറ്റ് പുരോഗമനം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പോയത്. പക്ഷെ അവിടുന്ന് മാറിയിട്ട് രണ്ടുപേരുടെയും അഭിപ്രായങ്ങളുണ്ട്, രണ്ടുപേരുടെയും അരക്ഷിതാവസ്ഥകളുണ്ട്. അയ്യോ, ഞാനിപ്പോൾ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന പുള്ളിയിലെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. എനിവേ, ഈ പറയുന്ന അരക്ഷിതാവസ്ഥകളെയും കാര്യങ്ങളെയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെ വളരെ രസമായിട്ട് നല്ലൊരു സ്കെയിലിൽ കാണിക്കുന്നു എന്നുള്ളത് ഈ സിനിമയിൽ എനിക്ക് ഒരു വലിയ മികവായിട്ട് തോന്നി. ഒരിടത്ത് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ മറ്റേയാളുടെ തലയിൽ കയറി ഇരിക്കുന്നില്ല. ആൻഡ് അതുപോലെ തന്നെ ഒരാളുടെ തലയിലുള്ള കാര്യങ്ങളെയൊക്കെ മായ്ച്ച് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് ആ കോൺവെർസേഷൻസാണ് ഇഷ്ടപ്പെട്ടത്. അത്രയും രസമുണ്ടായിരുന്നു. ചില ആളുകൾക്ക് വേണമെങ്കിൽ നീ ഒരു സൂപ്പർമാൻ, ഞാനൊരു സൂപ്പർ വുമൺ, ഇത് നമ്മുടെ കുഞ്ഞത്ഭുതം എന്നൊക്കെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ക്രിഞ്ചെന്ന് ചിലപ്പോൾ തോന്നുമായിരിക്കും. പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം ആ ക്യാരക്ടേഴ്സ് അങ്ങനെയാണ്, അവർക്കത് പറയാം. ആൻഡ് അവരതിന് അർഹരുമാണ് ആ ക്യാരക്ടേഴ്സ്. ആ രീതിയിൽ അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ വളരെ രസമായിട്ട് ഇവർ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. സിനിമയിൽ എനിക്ക് ഈ നായകനും നായികയും അല്ലാതെ എടുത്തു പറയണമെന്ന് തോന്നിയൊരു പെർഫോമർ PP കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ആളാണ്. പുള്ളിയെ നമ്മൾ എന്നാൽ താൻ കേസോട് അതിലെ ജഡ്ജിയായിട്ടാണ് ആദ്യം കാണുന്നത്. അവിടുന്ന് ആ മനുഷ്യൻ ഞെട്ടിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു പല സിനിമകളിലും. ഈ സിനിമയിലും വളരെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു ആ ക്യാരക്ടർ. മാത്രമല്ല, ഈ മകൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം പുള്ളി വന്നിട്ടുള്ള ഒരു സീനുണ്ട് ആ സിനിമയിൽ. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. എനിക്ക് റിയൽ ലൈഫിൽ അറിയാവുന്ന ആളുകളെ ഞാൻ കണ്ടു ആ എക്സ്പ്രഷൻസിലും ഡയലോഗ്സിലും ഒക്കെ. ആൻഡ് ആ സിറ്റുവേഷൻ വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു. അതായത് നമുക്കും കൂടി കൊതി തോന്നിപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ട്, അല്ലെങ്കിൽ നമ്മൾ പോലും ആഗ്രഹിക്കും അവർക്കിത് വേണമല്ലോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനൊരു പെർഫോമൻസും കൂടി വന്നു കഴിഞ്ഞപ്പം സംഭവം ഗ്രാൻഡായിട്ടുണ്ടായിരുന്നു. അടുത്ത പോസിറ്റീവ്
കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന അതൊരു പൊളിറ്റിക്കൽ ആംഗിളിലാണ്. നമ്മളിപ്പോൾ സാറാസ് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ഡിസ്കഷൻ ഉണ്ടായതാണ്. തൻ്റെ ശരീരമാണ്, അപ്പോൾ പ്രസവിക്കണോ വേണ്ടയോ എന്നുള്ളത് തൻ്റെ മാത്രം തീരുമാനമാണ് എന്നൊരു പെൺകുട്ടിയുടെ തീരുമാനമാണ് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ പ്രസവിക്കാതിരിക്കുന്നത് കൊടുംപാവമാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ വേറൊരു ക്യാമ്പയിൻ അതിൻ്റെ സൈഡിൽ കൂടി നടന്നു. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ അത് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് അതിലേക്ക് ഇൻഡെപ്ത് പോകേണ്ടി വരും. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ശരിക്കും കുഞ്ഞുങ്ങൾ വേണം എന്ന ആഗ്രഹത്തിലേക്ക് എത്തുന്ന ദമ്പതികളെയാണ് നമ്മൾ കാണുന്നത്. അവിടെ അവരാഗ്രഹിക്കുന്നത് കാണുമ്പോൾ ഞാൻ റിയൽ ലൈഫിൽ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഈ ഫെർട്ടിലിറ്റി സെൻറ്റേഴ്സിലൊക്കെ പോയി അവിടെ ഫീസ് കൊടുത്ത് അവർ തരുന്ന മെഡിക്കേഷൻസൊക്കെ എടുത്ത് ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പെടുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ആ സിനിമയിലെ ആദ്യത്തെ ഫെർട്ടിലിറ്റി സെൻറ്ററിൽ എന്താ തോന്നുന്നു, കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ പുഷ്പങ്ങൾ പോലെയാണെന്നോ എന്ന് പറയുന്ന പോലെ അത് ഭയങ്കര രസമാണ്. ആ സിനിമയിൽ അത് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ആ ഫീലൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ഗംഭീരമായിട്ടാണ്. നിങ്ങൾ കല്യാണം കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ, കുട്ടികളുണ്ടാവണമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ, ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, നിങ്ങൾ കുട്ടികളുള്ള ആളാണെങ്കിൽ, നിങ്ങളുടെ മക്കൾ വിവാഹിതരാവാൻ പോവുകയാണെങ്കിൽ അവരെയും കൂട്ടി നിങ്ങൾ സിനിമയ്ക്ക് പോകണം എന്ന് എനിക്ക് പറയാൻ തോന്നുന്നത് ഈ ആദ്യത്തെ 2 കാരണങ്ങൾ ഏറ്റവും മുന്നിൽ വരുമ്പോഴാണ്. മൂന്നാമത്തെ പോസിറ്റീവ്, പാർട്ട്നേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്. ഭയങ്കര സീനായിരുന്നു ഇത്. അതായത് ഈ സിനിമയിൽ ഒരുപാട് ഡബിൾ മീനിങ്ങുകളുണ്ട് ഇൻ എ പോസിറ്റീവ് വേ. ഡബിൾ മീനിങ് എന്ന് പറയുന്നത് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് അല്ലേ. നമുക്ക് ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പക്ഷേ ചില ആളുകളോട് അത് ഓപ്പണായിട്ട് പറയണ്ട. പക്ഷേ അവരും കൂടി ഇരിക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ഡബിൾ മീനിങ്ങിലൂടെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലേ എന്ന് പറയുന്നത് പോലെ വളരെ പോസിറ്റീവ് നോട്ടിൽ ഇതിൽ ഡബിൾ മീനിങ് പരിപാടികൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് സെക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, കുട്ടികളുണ്ടാകുന്ന പ്രോസസ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒക്കെ അവർ ഉപയോഗിക്കുന്ന കുഞ്ഞു കുഞ്ഞു കുറേ എലമെൻറ്റുകളുണ്ട്. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടത്. അവർ തമ്മിലുള്ള ഒരു മൊമെൻറ്റിന് ശേഷം, അതായത് പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ലാത്ത ഒരു ജനറേഷനിലെ ആളുകളായിട്ടാണ് നായകനും നായികയും വരുന്നത്. ആൻഡ് അവർക്കിടയിൽ ഒരു മൊമെൻ്റ് ഉണ്ടായതിനു ശേഷമുള്ള അവരുടെ കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ട്. ബ്യൂട്ടിഫുൾ മാൻ, ബ്യൂട്ടിഫുൾ. അതെങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. ആ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇനി ഈ സിനിമയുടെ ഒരു പ്രിൻ്റൊക്കെ വന്നതിന് ശേഷം ഇത് ഒരുപാട് റീൽസായിട്ട് പല സ്ഥലത്തും നിങ്ങൾ കാണും. ചില ആളുകൾ ആ റീൽസ് കണ്ടിട്ട് അയ്യോ ഇത് കൊള്ളാലോ, ഇത് ഏത് പടം ഇത് എന്ന് അന്വേഷിച്ച് പിടിച്ച് ചിലപ്പോൾ ഈ സിനിമ കാണാൻ സാധ്യതയുണ്ട്. അതിന് മുമ്പ് പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക. പിന്നെ ഈ മുതലെടുപ്പ്, ഫെർട്ടിലിറ്റി സെൻറ്റേഴ്സ്, ആ ഒരു രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവർ ആഞ്ഞടിച്ചിട്ടില്ല, അല്ലെങ്കിൽ മുഴുവനായി കുറ്റപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ മുഴുവനായി കുറ്റപ്പെടുത്തേണ്ടതില്ല എന്നാണ് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത്. ചില കാര്യങ്ങളിൽ വൈദ്യസഹായം ആവശ്യമാണ്. അത് മുതലെടുക്കുന്ന ആളുകൾ ഒരു പക്ഷത്തുണ്ട് താനും. അപ്പോൾ അതിനെ ഒരു സർട്ടിൽ രീതിയിൽ അവർ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ഇതിനിടയിൽ ഞാൻ പറഞ്ഞു പോയ സ്ക്രിപ്റ്റിലെ ബ്രില്യൻസ് ആണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം ഒരു മലയാളി പുരുഷനെ അവതരിപ്പിച്ചതാണ്. ഇതിനകത്തെ കഥാപാത്രം ചില സമയത്ത് സംസാരിക്കുന്നുണ്ട്, ഞാൻ മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന ഒരു കർഷകനാണ് എന്നൊക്കെയുള്ള രീതിയിൽ. അങ്ങനെ ആ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഈ സിനിമയിൽ അവർക്ക് കുറേ കൂടി എഫക്റ്റീവായിട്ട് പറയാൻ പറ്റുന്നത് എന്നെനിക്ക് തോന്നി. ആ നായകനെ ആ രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ടുള്ള ഒരുപാട് അഡ്വാൻറ്റേജുകളുണ്ട്. അത് കൃത്യമായി ഉപയോഗിച്ചിട്ടുള്ള വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു എഴുത്തായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആനന്ദ് മധുസൂദനൻ എന്ന് പറയുന്ന ആക്ടറേക്കാൾ കുറച്ചും കൂടി കൂടുതൽ പുകഴ്ത്താനുള്ളത് അദ്ദേഹത്തിലെ സ്ക്രിപ്റ്റ് റൈറ്ററിനെയാണ്. ആ ഇൻസിഡൻസ് ഒക്കെ വന്നു പോകുന്നത് നമ്മൾ കുറേ കാലം കൊണ്ട് മലയാളത്തിൽ മിസ്സായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കുടുംബചിത്രം എന്നൊക്കെ പറയുന്ന ഒരു എലമെൻ്റ് ഇല്ലേ. ചില ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് പഴയ ചാണാപ്പുളി കോമഡി എല്ലാം കൂടി വാരി വലിച്ച് കെട്ടി ഉണ്ടാക്കുന്ന ഒരു സിനിമ, ഫാമിലി വന്ന് കയറൂ എന്ന് പറഞ്ഞാൽ അത് ഫാമിലി പടം ആവുമെന്ന്. അങ്ങനെ ഒരു സിനിമ ഫാമിലി പടം ആവില്ല. ഫാമിലി ആയിട്ടിരുന്ന് കാണാവുന്ന, ഫാമിലിയിലെ എല്ലാ ആളുകൾക്കും, ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഇത് അങ്ങനത്തെ ഒരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമ്മൾ ഏത് പ്രായത്തിലുള്ള ആളുകളാണെങ്കിലും ഒക്കെ ഡിസ്കസ് ചെയ്യേണ്ട, അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ നമുക്കൊക്കെ തമാശയായിട്ട് തോന്നുന്ന മൊമെൻറ്റുകളൊക്കെ ചേർന്ന് പോകുന്ന ഒരു സിനിമ. ഇതിൻ്റെ കഥയിലേക്ക് പോകുമ്പോഴും വലിയ പുതുമയൊന്നുമില്ല. ഒരു പയ്യൻ കല്യാണം ആലോചിച്ച് നടക്കുന്നു, ഒരു പെൺകുട്ടിയുമായിട്ട് വിവാഹിതരാകുന്നു, അതിനുശേഷം അവർക്ക് കുട്ടി ഉണ്ടാവില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു. ഇത്രയുള്ള സംഭവം വളരെ സിമ്പിളാണ്. പക്ഷേ ഈ വളരെ സിമ്പിളായിട്ടുള്ള ഒരുപാട് വട്ടം ആവർത്തിച്ച് വന്നിട്ടുള്ള ഈ ഒരു കാര്യത്തിനെ രസമായി അതിനകത്ത് കുറച്ച് എലമെൻറ്റുകളൊക്കെ കൂടി ആഡ് ചെയ്ത് അവർ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് വിശേഷം കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. ഒരു പ്രോത്സാഹിപ്പിക്കബിൾ അറ്റംപ്റ്റ് എന്നുള്ള രീതിയിലാണ് ഈ സിനിമയെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ മറിച്ചൊരു അഭിപ്രായം ഉണ്ടായേക്കാം. അതെന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.